സ്വാതി മലിവാളിനെ മർദ്ദിച്ച കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പി എ വൈഭവ് കുമാർ അറസ്റ്റിൽ. കെജ്രിവാളിന്റെ വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അതേസമയം സ്വാതിയുടെ ശരീരത്തിൽ 3ഇടത്ത് മർദ്ദനമേറ്റെന്ന മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട ആം ആദ്മി വലിയ പ്രതിരോധത്തിലായ സാഹചര്യമാണുള്ളത്. സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സ്വാതി. അഞ്ജന, രാജ്യസഭ MP ആയിട്ടുള്ള സ്വാതി മലിവാളിനെ മർദ്ദിച്ചു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ PA ആയിട്ടുള്ള വൈഭവ് കുമാറിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം പുറത്തു വന്ന ദൃശ്യങ്ങളിലൊന്നും തന്നെ സ്വാതിയെ മർദ്ദിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ PA മർദ്ദിക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടില്ല. ഒരു തെളിവുമില്ലാതെയാണ് ഇത്തരത്തിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പഞ്ചാബിൽ അടക്കം വലിയ തരത്തിലുള്ള തിരച്ചിലുകൾ നടത്തിയതിനു ശേഷമാണ് കെജ്രിവാളിന്റെ വസതിയിലെത്തി വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പ്രത്യേകിച്ചും അറസ്റ്റിന് പിന്നാലെ മോദിക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് കെജ്രിവാൾ അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ എല്ലാം തന്നെ ജയിലിലടയ്ക്കാൻ വേണ്ടിയാണ് മോദിയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് കെജ്രിവാൾ ഉന്നയിച്ചത്. മാത്രമല്ല, നാളെ BJP ഓഫീസിലേക്ക് പ്രവർത്തകരുമായി എത്താം, ആരെയാണോ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യൂ എന്ന വെല്ലുവിളി കൂടി കെജ്രിവാൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വിഷയത്തിൽ BJP കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒരു തെളിവും ഇല്ലാത്തൊരു സമയത്ത് പോലും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാക്കളടക്കം രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. ഇത് രാഷ്ട്രീയം കളിക്കുകയാണെന്നും BJP ഇതിനെ വലിയ പ്രചരണ ആയുധമായി ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണെന്നും അതിന്റെ പേരിലാണ് വൈഭവിനെ അറസ്റ്റ് ചെയ്തതെന്നും എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണം കൊണ്ടുവരുന്നതെന്നും വൈഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തതും എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതേസമയം തെളിവുകൾ ഇല്ലാഞ്ഞിട്ടും ഈ മർദ്ദിച്ചെന്ന പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചെന്നും അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ വൈഭവിനെതിരെ കേസെടുത്തിട്ടുള്ളത്. അതേസമയം വൈഭവ് നൽകിയ പരാതിയിൽ ഇതുവരെയും പോലീസ് അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ വിഷയത്തെ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം.